ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഡേ കണ്ടാലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ ഞാനും രാവിലെ എഴുന്നേറ്റായ അവളെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഉമ്മ കൊണ്ട് പൂക്കെടുത്തു വേണം. അപ്പം ഇന്നത്തെ ഡേ കാണാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് തിണ്ണയിലിരുന്ന് കാഴ്ചയൊക്കെ കാണും. അപ്പോൾ ഒരു വണ്ടി അവിടെ മുറ്റത്ത് കിടക്കുന്നത് കണ്ട. അപ്പോൾ അത് ആരുടെ എന്താണൊക്കെ പ്രതീക്ഷിക്കാത്തൊരു വണ്ടിയാണ് അവൾ. നമുക്ക് സ്കൂട്ടിയാണുള്ളത്. അപ്പോൾ ആ വണ്ടി ആരുടെയാണെന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. അപ്പോൾ അവൾക്ക് ആ വണ്ടിയെ പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അത് എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വണ്ടിയാണ്. അപ്പോൾ അവിടെ ഇട്ടിട്ട് പോയത്. അപ്പോൾ ആ വണ്ടിക്ക് പോകണമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുകയാണ്. എന്നോട് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞു. പിന്നെ വണ്ടി തുറക്കാൻ വേണ്ടി പോവുകയാണ്. അവൾ കുറേ നോക്കി വണ്ടി തുറക്കാൻ. പിന്നെ എന്നോട് പറഞ്ഞു വണ്ടി തുറക്കാൻ കാരണം. അങ്ങനെ ഞാൻ പറഞ്ഞു എൻ്റെ കീ ഇല്ല, അങ്കിളിൻ്റെ കീ എന്ന് പറഞ്ഞു. അപ്പോൾ അവളത് തുറക്കാനുള്ള തരമില്ല. പിന്നെ എന്നിട്ട് അപ്പച്ചനോട് പറയാൻ പോവാണ്. അപ്പച്ചനോട് തുറക്കാൻ പറ. പിന്നെ അവൾക്ക് ചായ വേണം. അപ്പോൾ ഞാനിങ്ങനെ പല്ല് തേപ്പിക്കാനുള്ള പരിപാടി നോക്കി. അപ്പോൾ അവൾക്ക് പല്ല് തേക്കൽ, കുളിക്കൽ ഒക്കെ പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ പിടിച്ച് നിർത്തി പല്ല് തേച്ച് മുഖം കഴിച്ചെടുത്തു. ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോകും. അപ്പോൾ ഞങ്ങളങ്ങനെ അവലും ചായയും കൂടെയാണ് ഞങ്ങൾ രാവിലെ ഉണ്ടാക്കി. അത് ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് അവലെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അവൽ, പുട്ട്, ദോശ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്. ചില നേരത്ത് കഴിക്കും, ചില നേരത്ത് വാശി പിടിച്ചൊക്കെ കഴിക്കുള്ളൂ. അങ്ങനെയാണ് അവളെ പിന്നെ ഫീഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഒത്തിരി കഴിക്കില്ല. അത് കഴിഞ്ഞ് വന്നപ്പോൾ അവൾ അമ്മച്ചി അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിരത്തിയിട്ടിട്ട് അത് കഴിഞ്ഞപ്പോൾ അടുപ്പിൽ തീ കത്തിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അന്നേരം ഓസ് വേണം. അടുപ്പിൽ തീ കത്തി എന്നിട്ട് ഓസും പിടിച്ച് കളിക്കുകയാണ്. അത് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അവിടെ അടിച്ചു വരുന്നത് കണ്ട്. അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി ചുക്കരി എടുത്ത് തൂത്ത് അത് കഴിഞ്ഞ് ലുട്ടാപ്പി കളിക്കാനൊക്കെ ആയിട്ട് പൈപ്പ് അതിൽ കയറി ലുട്ടാപ്പി കളിക്കുക. ഞങ്ങളുടെ ഡേയും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കളിക്കുന്നത്. പിന്നെ ഞാൻ തുണി അലക്കാൻ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ തുണിയൊക്കെ അലക്കി ഞാൻ വെയിലത്തിടുമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അവൾക്കും വെയിലത്തിടാൻ ഓരോന്ന് പറക്കിക്കൊണ്ട് വരികയാണ്. നിലത്തൂടെയൊക്കെ ഇട്ട് ഉരുട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ തുണിയൊക്കെ വെയിലത്തിട്ട് രണ്ടാമതും തുണി വെയിലത്തിടാൻ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവളെ രണ്ടാമത് കൂട്ടാതെ പോയപ്പം അവൾ കരച്ചിലായിരുന്നു. ഇടയ്ക്ക് പിണക്കവും കരച്ചിലൊക്കെ ദേഷ്യമൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. വാശി അത് കൂടുതലുണ്ട്. അതിനെ അവൾ കരച്ചിലും വീഴ്ചയിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇട്ടിട്ട് തന്നെ പോയി. പിന്നെ അവസാനം കൂട്ടിക്കൊണ്ട് പോയി കേട്ടോ. വളരെ സന്തോഷമായി. പിന്നെ ഞങ്ങൾക്ക് പതിവ് കലാപരിപാടി ഇറങ്ങി. ടോയ്സ് എല്ലാം അത് പറക്കി വയ്ക്കുക, ടോയ്സൊക്കെ കളിക്കുക. പിന്നെ കളിക്കാനൊക്കെ കുറച്ച് നേരം കളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കുത്തിയിരുന്നു. ടോയ്സൊക്കെ പറക്കിയിടുന്നു. കുറേയെല്ലാം എടുത്ത് വെച്ചു. എല്ലാം നിരത്തിയിടുന്നു പറഞ്ഞാൽ കുറേയൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിനൊരു ചെറിയ സ്നാക്ക് പോലെ ഞാനൊരു മുട്ട കൊടുത്തു. കാടമുട്ടയാണ് കൊടുക്കുന്നത്. മറ്റേ മുട്ട ഒക്കെ അങ്ങനെ വലിയ ഇഷ്ടമല്ല. അപ്പോൾ കാടമുട്ടയാണ് അവൾക്ക് ഇഷ്ടം. അപ്പോൾ അവൾക്ക് അങ്ങനെ കാടമുട്ട ഞാൻ കൊടുക്കണം ഗൈസ്. അപ്പം അവളെ ചെറുതായിട്ട് പറ്റിച്ച് എന്താണ് ഇത് മുട്ടയുടെ പേര് എങ്ങനെയാണ് മുട്ട പറയുന്നതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവളെ ദേഷ്യം പിടിപ്പിച്ച് അവസാനം ഞാൻ അവൾക്ക് കൊടുത്തു ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വന്ന് കിടക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ടു യു ഒക്കെ പാടി കിടക്കുകയായിരുന്നു. അപ്പം അമ്മച്ചിക്ക് വാവോ നമ്മൾ അമ്മച്ചി കാലൊക്കെ തിരുമ്മി കിടക്കുകയായിരുന്നു. അപ്പം അമ്മച്ചി വാവോ തിരുമ്മി പിള്ളേരൊക്കെ തിരുമ്മി തരുന്നതാണല്ലോ നമുക്കൊരു സന്തോഷം. അപ്പോൾ അവളോട് തിരുമ്മാൻ പറഞ്ഞപ്പോൾ അവളെ തിരുമ്മി കൊടുക്കുന്നതായിരുന്നു നമുക്ക് കാണുന്നത്. അപ്പോൾ അവൾ തിരുമ്മിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കാലൊക്കെ തിരുമ്മി പിള്ളേരെ നമുക്ക് തിരുമ്മി തരുമ്പോൾ ഒരു സുഖം തന്നെയാണ്. ആ വേദന പെട്ടെന്ന് പോവുകയാണ്. അങ്ങനെ അവളും അമ്മച്ചിക്ക് തിരുമ്മി കൊടുക്കും, ഊതി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗൈസ്. ഇപ്പം ഇങ്ങനെ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യിക്കാറുണ്ടോ? അവർക്കും സ്നേഹം, നമ്മുടെ ആ വേദന നമുക്ക് പെട്ടെന്ന് പോവുകയും ചെയ്യും. അതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഞങ്ങൾ പോയിട്ട് വേറെ കാലിലിടുന്ന സാധനമൊക്കെ എടുത്തിട്ട് വന്ന് അത് ഞങ്ങൾ കാലിലും കയ്യിലും തലയിലൊക്കെ എടുത്ത് വെക്കുകയാണ് ഗൈസ്. ഞങ്ങളുടെ ചെറിയ ചെറിയ കുസൃതികളാണ് ഇതൊക്കെ ഗൈസ്. അങ്ങനെ അമ്മ പാട്ടൊക്കെ വെച്ച് വന്ന് ഞാൻ അവിടെ തുള്ളിക്കളിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ ഡാൻസ്? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് കമൻറ്റ് ചെയ്യാൻ. അവസാനം തല ഇറങ്ങി വീണ് ഗൈസ്. ഇതിനിടയ്ക്ക് ഞാൻ പോയി കുരുത്തക്കേട് കാണിച്ചു ഗൈസ്. അവിടെ കടന്ന കൺമശയില്ല എൻ്റെ മുഖത്ത് ഞാൻ വാരി തൂത്ത് ഗൈസ്. എന്നെ അമ്മ വഴക്ക് പറയുന്ന എങ്ങനെയുണ്ട് ഗൈസ്? കൈയെല്ലാം നിറച്ച് കരിപ്പൊക്കെ എന്നെ അമ്മ തെറി പറഞ്ഞ് ഓടിച്ചു ഗൈസ്. കാണിച്ചു വെച്ചേക്കുന്ന കയ്യിലൊക്കെ അടുത്ത് തന്നെ അമ്മ സ്നേഹിക്കുന്ന ഒരു കലാവിരുദ്ധാണ് ഗൈസ്.
എന്നെ വഴക്ക് പറഞ്ഞ് എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കുകയാണ് ഗൈസ്. ഇങ്ങനെയാണോ നിങ്ങളുടെ അമ്മമാർ വഴക്ക് പറഞ്ഞ ശേഷം നിങ്ങളെയും സ്നേഹിക്കുമോ ഇതുപോലെ? പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുത്തു. എൻ്റെ അമ്മയോട് ഞാനും ഉമ്മ കൊടുത്തു. അപ്പം അങ്ങനെ ഞങ്ങൾ അപ്പം ഇന്നത്തെ ദിവസം ദൈവത്തിനോട് നന്ദി പറയുന്നു. ദൈവമേ ഞങ്ങളെ കാത്തോളണേ, ഈശോമേ എനിക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്നത്തെ ദിവസം ടാറ്റ പറയുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സി യു. ഞങ്ങൾ കിടക്കാൻ പോകണേ. ബൈ ബൈ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.